തമിഴ്നാട്ടിൽ മദ്രാസ് ഹൈക്കോടതി ഗോവധ നിരോധന നിയമം കൊണ്ടുവരുന്നു. വിജയ് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് ഞാൻ അപ്പീൽ പോയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത് ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ അധീനതയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നൊരു കാര്യമാണ് വിജയ് മുന്നോട്ട് വെക്കുന്നത്. അല്ല, അത് കോടതി പറഞ്ഞത് പശുക്കളെ കൊല്ലാൻ പറ്റില്ല. കോടതിക്ക് അതിനൊരു ന്യായമുണ്ട്. കാരണം അത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളുമായിട്ടും ജനങ്ങളുടെ ജീവിതവുമായിട്ടും അഭേദ്യമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് പശു. അതൊരു സാമ്പത്തിക സ്രോതസ്സാണ്. അത് മാത്രവുമല്ല, അത് ഒരുപാട് പേർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് പശുക്കളെ കൊല്ലാൻ പറ്റില്ല എന്നൊരു നിലപാട് കോടതി സ്വീകരിച്ചു. അപ്പോൾ പശുക്കളെ കൊല്ലാൻ പറ്റില്ല എന്ന് കോടതി ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് രാജ്യത്തെ നിയമം, ആ സംസ്ഥാനത്തെ നിയമം അതാണ്. വേറൊരു നിയമം അതിനുണ്ടെങ്കിൽ ആ നിയമം ഈ നിയമം വന്നതോടുകൂടി അസാധുവായി എന്നർത്ഥം. എന്താ വിജയ് ഇത് മുന്നോട്ട് വെക്കുന്നത്? മൃഗസംരക്ഷണ നിയമപ്രകാരം 10 വയസ്സിന് മുകളിലുള്ള ഈ കറവ വറ്റിയതായിട്ടുള്ള പശുക്കളെയൊക്കെ ഗോക്കളെ കൊല്ലാൻ പറ്റും, വധിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മൃഗസംരക്ഷണ നിയമം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഗോവധ നിരോധനം? ആ സെക്ഷൻ അസാധുവാക്കിയ പോരെ? ആ സെക്ഷൻ അസാധുവാക്കി. ആ സെക്ഷൻ ഈ പറയുന്ന നിയമം ഈ കേസ് വന്നപ്പോൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. അത് പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ നിയമം പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ കോടതി വേറെ നിയമങ്ങൾ വെച്ചിട്ടാണല്ലോ ഇതിനകത്ത് വിധി പറഞ്ഞേക്കണ. അപ്പൊ കോടതിക്ക് വിധി പറയാൻ ആവശ്യമായ നിയമങ്ങളും അവിടെയുണ്ട്, എതിർക്കുന്ന നിയമങ്ങളും ഉണ്ട്. അപ്പൊ സുപ്രീം കോടതി ഞാനകത്തൊരു തീരുമാനത്തിലെത്തണം, ഏത് നിയമമാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനത്തിലെത്തണം. അതല്ലേ പറ്റുള്ളൂ. ജഡ്ജ് മെയ്ഡ് ലോസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതി വിധി നിയമമാണ്. ആ കോടതി വിധി നിയമമായിരിക്കെ ഇനി അതല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉയർന്ന കോടതി അതിനെ വിധിക്കണം. ആ ഉയർന്ന കോടതി വിധിക്കുമ്പോൾ പശുവിനെ കൊല്ലണം എന്നാണ് ഇപ്പം ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് പശുവിനെ കൊല്ലാനുള്ള അവകാശം കിട്ടണം. ആ പശുവിനെ കൊല്ലാനുള്ള അവകാശം വേണം എന്നുള്ളതിൻ്റെ പിന്നിൽ 2 മതവിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ക്രൈസ്തവ മതവും മറ്റൊന്ന് ഇസ്ലാമിക മതവും. ഈ 2 മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഗോമാംസം ഭക്ഷ്യയോഗ്യമാണ്. അവർ പശു ഇറച്ചി കഴിക്കുന്നവരാണ്. ആ പശു ഇറച്ചി കഴിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഷ്ഠാനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ട് പശുവിനെ കൊന്ന് അതിൻ്റെ ഇറച്ചി തിന്നാനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് അവരാവശ്യപ്പെടുന്നത്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത് ഈ ഹൈക്കോടതിയുടെ ഈ വിധി വന്നതോടുകൂടി അത് നിരോധിക്കപ്പെട്ടു. ഇപ്പോൾ അവർക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പം അവർക്കത് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം എന്നുള്ളതിൻ്റെ പേരിലാണ് ജോസഫ് വിജയിൻ്റെ നേതൃത്വത്തിൽ ഇവർ കോടതിയിൽ പോയിരിക്കുന്നത്. അത് ജോസഫ് വിജയിൻ്റെയും കൂടി ഒരു ആവശ്യമാണ്. കാരണം അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഒരു ക്രൈസ്തവനാണ്. അപ്പോൾ തൻ്റെ ക്രൈസ്തവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ പശു ഇറച്ചിത്തീറ്റ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സംരക്ഷിച്ചേ പറ്റൂ. അതിനോടൊപ്പം തന്നെ അവിടുത്തെ ഇസ്ലാമിക ഗ്രൂപ്പ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരിക്കണം അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കോയമ്പത്തൂർ അറവശാലകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരികയും അവിടെ കൂടുതലായിട്ടും ഈ പശുക്കളെ അറക്കുന്ന രീതികളുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഹിന്ദു മക്കൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സൂര്യപ്രശാന്ത് ആണ് ഇങ്ങനെ ഒരു ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം ഹൈക്കോടതി വിലയിരുത്തുകയും കൂടുതലായിട്ടും ഇത് അവിടെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം വരികയും കൂടുതലായിട്ടും ഇത് കറവ വറ്റിയത് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് അല്ലാതെയും പശുക്കളെ അറക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ. പക്ഷെ വിജയ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന നിർമ്മാണ സഭയ്ക്കാണ് ഇതിനൊക്കെ അധികാരം, കോടതിക്ക് പറ്റില്ല എന്ന്. അല്ല, കോടതിക്ക് അധികാരമുണ്ട്. സംസ്ഥാന ഞാൻ ചോദിക്കട്ടെ, പാർലമെന്റിന് അധികാരം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കിയില്ലേ? ജഡ്ജിമാർ തന്നെ തിരഞ്ഞെടുക്കേണ്ട, അതിനൊരു ജുഡീഷ്യൽ
അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നിയമം ഉണ്ടാക്കിയില്ലേ? സുപ്രീം കോടതി അത് റദ്ദ് ചെയ്തില്ലേ? അപ്പോൾ കോടതിക്ക് അധികാരമില്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്ന ഒരു നിയമത്തെ റദ്ദ് ചെയ്യാൻ കോടതിക്ക് അധികാരമുണ്ട്. കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്ന സമയത്ത് എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 50% സീറ്റ് സർക്കാരിന് വിട്ടുകൊടുക്കണം, സർക്കാരിൻ്റെ ലെവലെന്നും പറഞ്ഞൊരു നിയമം ഉണ്ടാക്കി. MA ബേബി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ നിയമം ഹൈക്കോടതി വരാന്തയിൽ വെച്ച് റദ്ദ് ചെയ്തു. അങ്ങോട്ട് ചെല്ലേണ്ടി വന്നില്ല. കാരണം മൈനോറിറ്റികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കാനും അതിനകത്ത് അത് മാനേജ് ചെയ്യാനുള്ള അധികാരം ഭരണഘടന നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞത് റദ്ദ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ പശുവിനെ അവിടെ വ്യാപകമായിട്ട് കൊന്നുകൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു കാര്യം, മൃഗസ്നേഹികളുണ്ടല്ലോ നമ്മുടെ നാട്ടിലുണ്ട്. കാട്ടുപോത്തിനെ കൊല്ലുന്നതിന് മൃഗസ്നേഹികളെ എതിരാണ്, പുലിയെ കൊല്ലുന്നതിന് മൃഗസ്നേഹികളെ എതിരാണ്. പക്ഷെ ഈ മൃഗസ്നേഹികൾ ആരും തന്നെ പശുവിനെ കൊല്ലുന്നതിനെതിരായിട്ട് ഇവിടെ കേരളത്തിലും വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് വരുന്നില്ല? നമുക്ക് പാമ്പിനെ കൊല്ലാൻ പറ്റില്ല, മലമ്പാമ്പിനെ കൊല്ലാൻ പറ്റില്ല, നിയമമില്ലേ? കാട്ടുപന്നിയെ കൊല്ലാൻ പറ്റില്ല, ഇതൊന്നും പറ്റില്ല. പക്ഷെ ഈ മൃഗസ്നേഹികൾ, അതെല്ലാം മൃഗസ്നേഹത്തിൻ്റെ പുറത്താണ്. എന്നാൽ ഇത് ഈ കാട്ടിൽ നിന്ന് ഇത് വന്നിട്ട് മനുഷ്യനോട് ചെയ്യുന്ന ദ്രോഹവും വളരെ വലുതാണ്. അതിനൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ, കാട്ടിലെ മൃഗങ്ങൾ ജീവിക്കേണ്ട സ്ഥലത്തേക്ക് മനുഷ്യൻ ചെന്ന് കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് ഇറങ്ങി വരാതിരിക്കാൻ പറ്റില്ല എന്നാണ് മൃഗസ്നേഹികളുടെ വാദം. അപ്പോൾ ഈ മൃഗങ്ങളോട് മൊത്തത്തിൽ മൃഗസ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനും ഒരു സ്നേഹം വേണ്ടതല്ലേ പശുവിന്? പക്ഷെ പശുവിനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മൃഗസ്നേഹി ഇറങ്ങിയതായി കണ്ടിട്ടുണ്ടോ? ഇല്ല. പശുവിനെ കൊല്ലണം, പശുവിനെ കൊല്ലണം എന്നുള്ളത് മൃഗസ്നേഹികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ആവശ്യവുമാണ് കേരളത്തിൽ. അവിടെ ഇപ്പം മൃഗസ്നേഹവും ഇല്ല, അവിടെ മൃഗസ്നേഹവും ഇല്ല. പശുവിനെ കൊല്ലരുത് എന്നും പശുവിനെ സംരക്ഷിക്കണമെന്നും പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. കോൺഗ്രസ്സുകാർക്ക് ഇപ്പം അതറിയില്ല. ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത കൂട്ടത്തിൽ കോൺഗ്രസ് ഇതും അറിയില്ല. കോൺഗ്രസ് എന്ന സംഘടന രാജ്യവിരുദ്ധമായി തുടങ്ങിയപ്പോഴാണ് അവർ മഹാത്മാഗാന്ധിയെ വിസ്മരിച്ചു തുടങ്ങിയത്. മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് പശുവിനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പശുവിന് ഏറ്റവും മനോഹരമായൊരു നിർവചനം കൊടുത്തിരിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. എ പോയം ഓഫ് പയറ്റി എന്നാണ് പറയുന്നത്. കരുണാമയമായ കവിതയാണ് പശു എന്ന്. ഒരു മൃഗത്തിനും ഇങ്ങനത്തെ ഒരു കാവ്യരസം ധ്വനിച്ചു നിൽക്കുന്ന ഒരു വിശദീകരണം ഒരു മൃഗത്തിനും വേണ്ടി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവർക്ക് വേണ്ടി അത് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ മൃഗസ്നേഹികളെല്ലാം അവരവരുടെ ആവശ്യമനുസരിച്ചിട്ടാണ്. ഞാൻ ധരിക്കുന്നത് ഇങ്ങനെ ഒരു സുപ്രീം കോടതിയിലേക്ക് പോയി പശുവിനെ കൊല്ലാൻ ഞങ്ങൾക്ക് അവകാശം വേണം എന്ന് ജോസഫ് വിജയ് ആവശ്യപ്പെടുന്നത് അവിടുത്തെ ക്രൈസ്തവ ഇസ്ലാമിക മത ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് എന്നാണ്. അപ്പൊ ഒരു സംസ്ഥാനത്തിന് ഇതൊരു ഇതില് ചോദിച്ചൊരു പ്രധാന ചോദ്യമായിരുന്നല്ലോ, സംസ്ഥാനത്തിനാണോ അതോ കോടതിക്കാണോ ഒരു ഗോവധ നിരോധന നിയമം കൊണ്ടുവരാനുള്ള ഒരു അവകാശം? സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കാം. ആ നിയമം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം അത് റദ്ദ് ചെയ്യാനുള്ള അവകാശം കോടതിക്കുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അതുണ്ടല്ലോ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.